പിന്നെ ആങ്കറിംഗ്, പാട്ട്, ഡാൻസ്, പിന്നെ ഗെയിംസ്. ഇപ്പഴേ ഇങ്ങനെ ശനിയാഴ്ച കഴിയുമ്പോ എന്തായിരിക്കും അവസ്ഥ? ചേട്ടാ പാട്ട്. അങ്ങനെ ഫുൾ കളർ പൊളിക്കും. നാൾ മുതൽ തുണി എൻ്റെ സ്വന്തമായി ആശ കൊണ്ടു കൂട്ടി നാം ഇഷ്ടം കൂടി എന്നും പിച്ച വെച്ച നാൾ മുതൽ കുനീ. ആക്ച്വലി ഇന്ന് ഞങ്ങൾ വർഷങ്ങളായിട്ട് വെയിറ്റ് ചെയ്തിരുന്ന ഒരു ടൈമാണ്. ഞങ്ങളുടെ വീട്ടിലെ ഞങ്ങളുടെ ഇളയ വാവ, അല്ലെങ്കിൽ എന്താ പറയുക, ഞങ്ങളുടെ വീട്ടിലെല്ലാവരും പുന്നാരിച്ച് നിർന്ന ഞങ്ങളുടെ വാവയുടെ വെഡ്ഡിങ് ആണ്. അപ്പോൾ ആക്ച്വലി ഞങ്ങളെല്ലാവരും ഭയങ്കര എക്സൈറ്റഡ് ആണ്. കാരണം ഞങ്ങളുടെ കല്യാണം കൊറോണ ടൈമിലായിരുന്നു, ഒന്നും നടത്താൻ പറ്റിയില്ല. അപ്പോൾ ആ കുറവുകളൊക്കെ അനുവിൻ്റെ കല്യാണത്തിൽ നടത്തണം ഞങ്ങൾക്ക് ഭയങ്കര ആഗ്രഹമായിരുന്നു. ഞങ്ങൾ തമ്മിൽ ഒത്തിരി ഏജ് ഡിഫറൻസ് ഉണ്ട്. അപ്പോൾ ആ ടൈമിനൊക്കെ വെച്ചാൽ എനിക്ക് എൻ്റെ വാവനെ കൂട്ടായിരുന്നു. പിന്നെ അവൾ വലുതായി കഴിഞ്ഞപ്പോഴത്തെ അക്സെപ്റ്റ് ചെയ്യാൻ പറ്റുള്ളൂ. അവൾ വലുതായി, കല്യാണം കഴിയാൻ പോണു. അപ്പോൾ ആ ഒരു മെൻറ്റാലിറ്റിയിലാണ് ഞങ്ങൾ എല്ലാവരും ഇപ്പോൾ ഉള്ളത്. ഇന്ന് നല്ല സന്തോഷമുള്ളൊരു ദിവസമാണ്. ഞാൻ 8 മാസം ഞങ്ങൾ രണ്ടാൾ വെയിറ്റ് ചെയ്തിരുന്നൊരു ദിവസമാണ്. അതിപ്പോൾ ഇത് വന്നു. നീ കല്യാണം. ഓക്കെ, അപ്പൊ ഇന്ന് ഏതാ കഥ? ആക്ച്വലി അവനെ മാട്രിമോണിയിൽ കണ്ടുപിടിച്ചത് ഞങ്ങളാട്ടോ. കുറെ ഷോർട്ട് ലിസ്റ്റ് ഉണ്ടായിരുന്നു, അതിൽ നിന്ന് ഞങ്ങളാണ് ചെന്നതിൽ കണ്ടുപിടിച്ചത്. ആ ക്രെഡിറ്റ് ചേട്ടായിക്കാണ്. കാരണം ചേട്ടായാണ് ഇത് മതി എന്ന് പറഞ്ഞത്. പിന്നെ ഞങ്ങൾ സപ്പോർട്ട് ചെയ്തപ്പോൾ അച്ഛനമ്മ നോക്കിയതാണ്. അങ്ങനെ അവനെ ഞങ്ങളുടെ വീട്ടിലേക്ക് ഞങ്ങൾ കൊണ്ടുവരികയാണ്. അപ്പോൾ ആള് ഭയങ്കര എന്തൂസിയാസ്റ്റിക് ആണ്, ഭയങ്കര ആക്റ്റീവാണ്, എന്താ പറയുക, മൾട്ടി ടാലൻ്റ് ആണ്, ആർട്ടിസ്റ്റാണ്. അപ്പോൾ അങ്ങനെയുള്ളൊരു പയ്യനെ ഞങ്ങളെ കൊടുത്ത് കിട്ടും. ഞങ്ങൾ ഒത്തിരി ലക്കിയാണ്. പിന്നെ ഞങ്ങൾ തമ്മിൽ പരസ്പരം മനസ്സിലാക്കാൻ ഞങ്ങൾക്കൊരു ഇത്രയും നാൾ ഗ്യാപ്പ് തന്നെ തന്നു. അങ്ങനെ ഞങ്ങൾ പരസ്പരം മനസ്സിലാക്കി ഒടുവിലത്തെ കല്യാണം എത്തി. ഭയങ്കര കെയറിങ് ആണ്, ഭയങ്കര ഓപ്പൺ മൈൻഡ് ആണ്. എനിക്ക് എന്ത് സങ്കടം വന്നാലും ദേഷ്യം വന്നാലും അതുപോലെ എക്സ്പ്രസ് ചെയ്യാനുള്ളൊരു ഫ്രീഡം എനിക്ക് തന്നിട്ടുണ്ട്. അത് തന്നെയാണ് ആളുടെ ഏറ്റവും ബെസ്റ്റ് ക്വാളിറ്റി. ഫസ്റ്റ് ഞങ്ങൾ കണ്ടപ്പോൾ ഞങ്ങളുടെ മൈൻഡ് ഒരേപോലെയാണെന്നുള്ള രീതിയിൽ ഞങ്ങൾ സംസാരിച്ചു. ഞങ്ങൾക്ക് പരസ്പരം ഇഷ്ടമായി.